ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ശിവ, അമ്മയുടെ ദേഷ്യമുണ്ടോ? എടേ ഡേ ചില സമയം അറിയാതെ പറ്റിപ്പോണേടേ. എടേ, ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് നിങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റും. സോറി. അത് കുഴപ്പമില്ല, ഞാൻ അത്ര കാര്യം എടുത്തൊന്നുമില്ല. പക്ഷെ നല്ല നൊന്ത് കേട്ടാ. ഡേ, ശ്രീയുടെ അടുത്ത് പറയല്ലേ. പറയൂല. മക്കളെ, എന്താണ് പ്രശ്നം? എന്താണ്? ഓക്കെ അല്ലേ? പിന്നെ മക്കൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മായി എടുത്ത് പറഞ്ഞാൽ മതി, അമ്മായി സോൾവ് ചെയ്ത് തരും കേട്ടാ. അവൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയും. അല്ലേ ശിവ? ശ്രീകുട്ടാ, ഓ നീ ഇപ്പൊ വരാം കേട്ടാ. എവിടെ പോണിച്ചി? ഓ, ആ സുഷ്മ കിടന്ന് വിളിയോട് വിളിയെന്നേ. അവൾക്ക് വീട്ടിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വാങ്ങാനുണ്ട്. പിന്നെന്താ, അവൾക്ക് കുട്ടികൾക്ക് എന്ത് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പോയിട്ട് വരാം. ചേച്ചി, പിന്നെ എന്ത്? ഒന്നുമില്ല ചേച്ചി, പോയിട്ടോ. ചേച്ചി എങ്ങനെ പോണേ? ഒരു ഓട്ടോ വിളിച്ച് പോവാന്ന് വെച്ച്. ഞാൻ പോട്ടാ. എന്നാ കാശ് വല്ലതും വേണം? കാശ് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശൊക്കെ ഉണ്ട്. അല്ല, വേണമെങ്കിൽ തരാം. വേണ്ടടാ, എന്തിനാ കാശ്? ഇവിടത്തേക്കാണെങ്കിൽ ഒന്നും വാങ്ങാനില്ല. ഇവിടെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ ചെന്നൈ ശിവ, ചുമ്മാ ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞ് അടി ഉണ്ടാക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ യുദ്ധഭൂമി ആക്കി വെക്കരുത്, കേട്ടല്ലോ? അമ്മ, ഞാനിതൊട്ടേ കോഴ്സ് തീരുന്നവരെ ചെന്നൈ തന്നെ നിൽക്കാനുള്ള പരിപാടിയാ. ഇങ്ങോട്ട് വരുന്നില്ല. നല്ല കാര്യം കേട്ടോ. ഇതെങ്ങനെ പറയുമെന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. ചുമ്മാ വണ്ടിക്കാശം കളയണ്ടല്ലോ, ലാഭം. നല്ല മോളെ. ഇറങ്ങാറായോ? എന്ത്? അല്ല, പോയിട്ട് എപ്പോ വരൂന്ന് അറിയാനായിരുന്നു. ചിലപ്പോ വൈകും, ചിലപ്പോ നേരത്തെ വരും. ഞാൻ വർത്താ. അയ്യോ, താങ്കളെ നയിക്കാനുള്ള കാശ് എൻ്റെ ഇല്ല. എന്നാ ശരി ചേച്ചി, പോയിട്ടോ. എന്നാ ശരിടാ. പറഞ്ഞ കേട്ടല്ല, എൻ്റെ അടുത്ത് ചെന്നൈ തന്നെ നിന്നാൽ മതി ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. നമ്മളിപ്പോ വന്നാലെന്ത്, പോയാലെന്ത്, നിന്നാലെന്ത്, ആർക്കും ഒന്നുമില്ല. ഡേ ശിവ, ചേച്ചി അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എടേ, നീ അവിടെ ആണെങ്കിൽ കാര്യമായിട്ട് പഠിക്കണ കാര്യം ശ്രദ്ധിക്കും. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് സമയം കളയും, അതുകൊണ്ട് പറഞ്ഞത്. ശരിയടേ, ഇപ്പൊ പോയേക്കുന്നില്ല സുഷിമാനിക്കും മോക്കും വേണ്ടി ഡ്രസ്സ് എടുക്കാനായിട്ട്. എന്നാ സ്വന്തം വീട്ടിൽ ഒരാൾ കുറെ ദിവസം കൊണ്ട് പറയുവാണ് ഡ്രസ്സ് എടുത്താന്ന്. അതൊന്ന് കേക്കുക. എവിടെന്ന് ഇവളുടെ വർത്താനം കേട്ട അമ്മ നിനക്ക് ഡ്രസ്സൊന്നും എടുത്തു തരാത്ത പോലെയാണല്ലോ. എടേ, പണ്ടൊക്കെ നോക്കുമായിരുന്നു, പണ്ടൊക്കെ വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ട. നമ്മളൊന്നും ഇവിടുത്തെ ഒരു ക്യാരക്ടറേ അല്ലല്ലോ. ഒരേ സമയം സമ്പന്നരും ദരിദ്രമായി ജീവിക്കേണ്ട അവസ്ഥ. പാവം. അല്ല മാമ, അവള് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. അമ്മയുടെ അടുത്ത് അവള് കുറെ നാളായിട്ട് പറയാണ് അവൾക്ക് ചെന്നൈ പോകുമ്പോൾ ഡ്രസ്സ് വേണമെന്ന്. അമ്മ കേട്ട പാവം നടിക്കുന്നില്ല. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ലടേ. അല്ല, ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ അച്ഛനെ പിടിച്ച് വെക്കേണ്ട കാര്യം എന്തിന്? പോടെ പോടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.